ഒരു മരുമകൾ ഒരമ്മായിമ്മയെ പരിചരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയോ? എന്താ കാരണം എന്ന്? ഭർത്താവിനെ സഹായിക്കുക എന്ന നിലക്കാണ്. കാരണം അവൾക്ക് ഭർത്താവിനോടാണ് ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് ആ ഭർത്താവിനോടുള്ള കടമ കാരണം ഭർത്താവിന്റെ സ്നേഹവും ഇഷ്ടവും കിട്ടണമെങ്കിൽ ഭർത്താവിനെ അനുസരിക്കണം. അതുകൊണ്ട് ഭർത്താവിന്റെ ഏറ്റവും ഇഷ്ടം എന്താണ്? നീ എന്റെ അമ്മാനോട് നല്ല നിലക്ക് നിൽക്കണം എന്നാണ് ഭർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനാണ് നമ്മളോട് പെരുമാറുന്നത്. നമ്മൾ അവൾക്ക് മുല കൊടുത്തിട്ടല്ല, അവളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടല്ല, അവൾ രോഗിയാകുമ്പോൾ പരിചരിച്ചിട്ടല്ല. എല്ലാം കേടും കഴിഞ്ഞ് 19-ാമത്തെയും 20-ാമത്തെയും വയസ്സിലാണ് നിങ്ങളെ വീട്ടിലെത്തിയത്. നിങ്ങൾ പാല് കൊടുത്ത് വളർത്തിയ നിങ്ങളെ പെൺമക്കൾ ഒരു ഫോൺ പോലും വിളിക്കാതെ ഭർത്താവിന്റെ കൂടെ സുഖസുന്ദരമായി ജീവിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ നിങ്ങളുമായി ഒരു ബാധ്യതയും നിർവഹിക്കാനില്ലാത്ത ഒരു പെൺകുട്ടി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഭർത്താവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ്, ബുദ്ധി നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ വലിയ നഷ്ടം പറ്റും. എന്താ നഷ്ടം പറ്റുക? നമ്മൾക്ക് അവർ കീഴ്പ്പെടേണ്ട ഒരു നാൾ വരുമ്പോൾ ഒരു പക്ഷേ നമ്മളെ അവർ എന്ത് ചെയ്യും? തിരിച്ചറിയും. നല്ല മനസ്സുള്ളത് കൊണ്ട് അവസാനത്തെ വെള്ളം തൊട്ടു കൊടുക്കാനും പല മരുമക്കളും കൂടെയുള്ളതായിട്ടാണ് നമ്മൾ ചരിത്രത്തിലും അനുഭവങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ മാന്യമായി പെരുമാറുക. അതേപോലെ തന്നെ എനിക്ക് സഹോദരിമാരോട് പറയുവാനുള്ളത്, നിങ്ങൾ എവിടെ ജീവിക്കുകയാണെങ്കിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ സഹിച്ചോളൂ. ഒരിക്കലും മോശമായി പെരുമാറും. ഞങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രശ്നം ഉണ്ടായി കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ടുവരുന്നത് ഞങ്ങൾ പറയില്ല. കൊണ്ടുവരരുത് എന്നാ പറയാം. ഒരു ഭാര്യയും ഭർത്താവും തെറ്റിക്കഴിഞ്ഞാൽ ഓലെ പറഞ്ഞ് നന്നാക്കുമ്പോൾ രണ്ടൂട്ടരും ഉമ്മയും വാപ്പയും വരരുത്. ചിലന്മാരും വാപ്പാരും നിർബന്ധിച്ച് കയറി വരും. വരരുതേ എന്നാ പറയും. എന്താ വരരുതേന്ന് പറയാൻ കാരണം നിങ്ങൾ മക്കളെ കാര്യത്തിൽ അവർക്കൊരു ഉപദേശം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ല? എന്ത് പറഞ്ഞൊരു കാര്യമില്ല. പറയുമ്പോഴൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഓലെന്താ ചിന്തിക്കുക? അപ്പൊ എന്നെ പറ്റിയാ പറഞ്ഞത്, ഇന്റെ കുറ്റാന്നാ പറഞ്ഞത് എന്നാ ചോദിക്കുക. നമ്മൾ പറയാൻ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് മരുമക്കൾക്ക് അമ്മായിമാരെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു കൗൺസിലിങ്ങിനും ആരും വരണ്ട, ഈ ഒരൊറ്റ വാക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു മുതൽ എന്താ അതിന് പരിഹാരം നിരകൾ ഇന്നത്തോടെ പരിഹരിക്കും എല്ലാ പ്രശ്നവും. എന്താ പരിഹരിക്കും? ഒന്നാമത് മനസ്സിലാക്കുക, ഒരു ഉമ്മയുടെയോ വാപ്പന്റെയോ സ്വഭാവം നമ്മൾ മെനക്കെട്ട് മാറ്റാൻ പറ്റൂല. ഇനി മാറ്റാൻ ശ്രമിക്കാനുള്ള മാർഗം എന്താ? ഭർത്താവിനോട് പറയാ, ഇന്ന് നേരം വെച്ചിട്ട് ഉമ്മ എന്നെ കാട്ടിയത് ഇന്നതൊക്കെയാണെന്നാണ് പറയാ. അപ്പൊ അയാൾ വന്നിട്ട് പറയും, എന്താ അമ്മ നിങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞു, അതോടുകൂടെ അവസാനിച്ചു. മനസ്സിലായി? ഇപ്പൊ ഓൻ എവിടെ എത്തി? അവസാന പോക്കും വേണ്ടി ഇന്നെ ചോദ്യം ചെയ്യോണത്തേക്ക് എത്തി. പ്രശ്നമൊക്കെ പരിഹരിച്ചില്ലേ? കംപ്ലീറ്റ് പരിഹരിച്ചു. അതാ പെണ്ണാണ്. ഇനിയോ ഈ സാധുനങ്ങൾ ഇടങ്ങേറാക്കിയിട്ട് ഒരു കാര്യമില്ല. ഭർത്താവിനെ പോയിട്ട് ഉമ്മാന്റെ കുറ്റം പറഞ്ഞാൽ ആർക്കും സഹിക്കൂല. എന്റെ ഉമ്മാന്റെ കുറ്റം എത്ര കുറ്റം ഉണ്ടെങ്കിലും എന്നോട് പറയും, ഞാൻ പറയാ എന്താ തിരിച്ചാ പറയാ, അത് അങ്ങനെയൊക്കെയാണെന്നാ ഞാൻ പറയും. അത് പറയുമ്പോ എന്താ അവൾക്ക് തോന്നുക? ഇതൊന്നും അംഗീകരിക്കാൻ മൂപ്പര് റെഡി അല്ലാതെ. എങ്ങനെ അംഗീകരിക്കുക? അവളെ ഉമ്മാന്റെ കുറ്റം ഞാൻ അവളോട് പറഞ്ഞാലോ അവൾ സമ്മതിക്കും? ആർക്കും സമ്മതിക്കാൻ പറ്റൂല. ഭാര്യയ്ക്ക് സമ്മതിക്കാൻ പറ്റും, ഭർത്താവ് അത് കേൾക്കാനും കഴിയൂല. അപ്പൊ എന്തുണ്ടാവുള്ളൂ? ഉണ്ടായിരിക്കാനും മാത്രമേ പറ്റുള്ളൂ. പിന്നെന്താ പരിഹാരം എന്താന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നമുക്കൊരു മരുന്നിന്റെ ഒരു ചെടി ഇവിടെ എവിടെയോ മലന്റെ ചോട്ടിലുണ്ട്, കൊണ്ടുവരാൻ പോകണം. ഒരു 1/2 കിലോമീറ്റർ കാട്ടുകൂടി പോകണം. കാട്ടുകൂടി പോകുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് എന്താ വെച്ചാൽ കോൺട്രാക്ടർമാരൊക്കെ കൊടുന്ന് അവിടേക്ക് റോഡ് ഉണ്ടാക്കി ടാറൊക്കെ ഇടിച്ച് പോകാൻ പറ്റും. സഹോദരിമാരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ മുള്ളുണ്ടാവും, കല്ലുണ്ടാവും, തൂവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്താ നിങ്ങൾ സാധാരണ വഴി പോടിനേക്കാളും കുറച്ചും കൂടി സാവകാശത്തിൽ പോകണം. ഒന്ന് ശ്രദ്ധിക്കുക, തൂവ തട്ടാതെ, മുള്ളു പറ്റാതെ. ആ മുള്ളിന്റെ മുഴുവൻ മൊനയടിച്ച് എല്ലാ കുപ്പിച്ചില്ലും പെറുക്കിയിട്ട് ഇങ്ങോട്ടാണ് പോകാന്ന് വിചാരിച്ചാൽ നമ്മളൊരു 10 കൊല്ലം കൊണ്ടാണ്ട് എത്തൂല. അതാ. അതുകൊണ്ട് എന്താ വെച്ചാൽ വാപ്പാനും ഇമ്മാനും നന്നാക്കല്ല, ആ മുള്ളും കല്ലും ഒക്കെ നമ്മളെ മേത്ത് തട്ടാതെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ പോകലേ നടക്കും. വേറെ ഒന്നും നടക്കും. അത് സ്വന്തം വാപ്പിമ്മയാണെങ്കിലും അതേ നടക്കുള്ളൂ. സ്വന്തം വാപ്പിമ്മയാണെങ്കിലും എല്ലാവർക്കും വാപ്പാരുമാരും എല്ലാ പ്രവാചകന്മാരായിട്ട് കിട്ടൂലല്ലോ. എല്ലാവർക്കും തകരാറുകൾ ഉണ്ടാവും. അപ്പൊ എന്തുള്ളൂ? വാപ്പാനും ഇമ്മാനും ഒന്നും മനസ്സിലാക്കുക, ആ മുള്ളും കല്ലും നമ്മളെ ദേഹത്ത് തട്ടാതെ മുന്നോട്ട് പോയാൽ നമുക്ക് പരലോകം പോകൂല. അല്ലെങ്കിൽ ഉമ്മാനായിട്ട് വാപ്പാനായിട്ട് പ്രശ്നത്തിന് പോയാൽ നമ്മളെ പരലോകം പോകും, നമ്മുടെ മനസ്സമാധാനം പോകും. ഇത് മാത്രമേ പറ്റുള്ളൂ. അത് സൂക്ഷിക്കാം. ബാക്കിയുള്ളവർ തിരിച്ചു ചെയ്യേണ്ട കടമകളിലും പരസ്പരം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.